പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പൂജാരിമാർക്കെതിരായ പീഡന പരാതി പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. കർണാടക സ്വദേശിയായ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്ന കേസിൽ ടി.എ. അരുൺ അറസ്റ്റിലുമായിരുന്നു. ക്ഷേത്രത്തിലെ തന്ത്രി ഉണ്ണി ദാമോദരനും കേസിൽ പ്രതിയാണ്. ഇപ്പോഴിതാ ഈ കേസ് വ്യാജ പീഡന കേസ് ആണ് എന്ന് ആരോപിച്ച് തന്ത്രിയുടെ മകൾ ഉണ്ണിമായ രംഗത്തെത്തിയിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നവും ബന്ധുക്കളുടെ ഗൂഢാലോചനയും ആണ് പീഡന പരാതിക്ക് പിന്നിൽ എന്നാണ് ഉണ്ണിമായ ആരോപിക്കുന്നത്. തന്ത്രി ഉണ്ണി ദാമോദരന്റെ സഹോദരനും മക്കൾക്കും ഉള്ള മുൻ വൈരാഗ്യമാണ് വ്യാജ പരാതികൾക്ക് കാരണം. പൂജാരിയും സഹോദരി ഭർത്താവുമായ അരുണിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയതായി ഉണ്ണിമായ ആരോപിച്ചു. സഹോദരപുത്രൻ പ്രവീണാണ് കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ. പരാതി നൽകിയ സ്ത്രീ പ്രവീണിന്റെ പെൺ സുഹൃത്താണ്. പരാതിക്കാരി വന്ന കാറിന്റെ നമ്പർ വ്യാജമാണ് എന്നും ഉണ്ണിമായ പറയുന്നു. ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ കൈവശമുണ്ട്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായും ഉണ്ണിമായ വ്യക്തമാക്കി. ആദ്യം ആജ്ഞ രവീന്ദ്രനിലേക്കാണ് പോകുന്നത്. ആജ്ഞ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മറ്റൊരു സ്ത്രീ തന്നെയാണല്ലോ ഇത് വ്യാജ പരാതിയാണ് എന്ന പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ, അതായത് പ്രത്യേകിച്ച് ഈ പീഡന ആരോപണവുമായി എത്തിയത് എന്നാണ് പറയുന്നത്? അഭിലാഷ്, നമ്മളോടൊപ്പം ഉള്ളത് തന്ത്രിയുടെ മകൾ ഉണ്ണിമായയാണ്. ഈ ഒരു സ്ത്രീ നൽകിയ പരാതി, അതായത് പീഡന പരാതി, തൻ്റെ അച്ഛനെതിരെയും അതുപോലെ ബ്രദർ ലോയ്ക്കെതിരെയും നൽകിയിട്ടുള്ള പീഡന പരാതിക്കെതിരെയാണ്. അതിനുള്ള തെളിവുകൾ നിരത്തിത്തരെയാണ് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇത് കുടുംബപരമായി സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്ന തെളിവുണ്ട്. 5 FIR അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ആ കേസ് നടക്കുന്നതുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ, അതായത് പൂർണ്ണമായും സിവിൽ കേസായി മാറാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ക്രിമിനൽ കേസായി മാറിയിരിക്കുന്നത്. അത് ഈ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ പ്രവീണാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഉണ്ണിമായ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുമായാണ് ഇന്ന് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടിട്ടത്. ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ണിമായ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പെരിങ്ങോട്ട് മഠം ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലാണ് അതിൻ്റെ വില്ലുള്ളത്. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് ഇത്ര വലിയ ഒരു കേസിലേക്ക് അച്ഛനെയും അതുപോലെ സഹോദരി ഭർത്താവിനെയും കൊടുക്കാനുണ്ടായ കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഉണ്ണിമായ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. എന്തായാലും നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് കൂടുതൽ ഉണ്ണിമായയ്ക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാകും. ഒരു പക്ഷേ നേരത്തെ നമ്മളോട് പ്രസ് മീറ്റിൽ പറഞ്ഞതിനേക്കാൾ ഉപരി ഉണ്ണിമായയ്ക്ക് പറയാനുണ്ടാവും. ഉണ്ണിമായ അതിനുള്ള കൃത്യമായ തെളിവുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഉണ്ണിമായയോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അച്ഛൻ്റെ മകൾ എന്നുള്ള വൈകാരിക നിലപാടിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളുമായും പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്ര വലിയ ഒരു കേസിലേക്ക്, അതായത് ക്രിമിനൽ കേസിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എങ്ങനെയെന്നാണ് പറയാനുള്ളത്? അവർ ആദ്യം ഇൻജങ്ഷൻ കൊണ്ടുവരികയാണ് ഉണ്ടായത്, അരുണും സൂരജ് എൻ്റെ ഹസ്ബൻഡിനും എതിരെയായിട്ട്. അതിനുശേഷം അവർ 6 ആണുങ്ങളും പെണ്ണുങ്ങളും അവർ ഒറ്റക്കെട്ടായി നിന്നാൽ അറിയാലോ. ഞങ്ങൾ അച്ഛനും 2 പെൺകുട്ടികളാണുള്ളത്. അരുണ് ദുബായിൽ ബിസിനസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് പൈലറ്റ് ട്രെയിനിങ്ങിന് ബാങ്കോക്കിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും അച്ഛനും അമ്മയും അനിയത്തി വിഷ്ണുപ്രിയ, ഒരു അച്ഛൻ്റെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, അവളുടെ ചേച്ചി എന്ന നിലയിൽ അവളുടെ പൂർണ്ണ പിന്തുണയോടെ എൻ്റെ ഭർത്താവിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് ആരൊക്കെയാണ്, അതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറസി എന്താണ് എന്ന് അവൾക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് അവൾ നിശ്ചയദാർഢ്യം എടുത്തതിൻ്റെ ഇതിൽ കൂടിയാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അവർ അമ്പലത്തിൽ കയറിയിട്ട്
ഞങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കുക, ഞങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, ഭണ്ണാരം മോഷ്ടിക്കുക. അങ്ങനെ ആദ്യത്തെ FIR നമ്പർ 25 ജനുവരിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് അത് ക്രിമിനൽ കേസിലേക്ക് മാറുന്നത്. ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഉണ്ണിമായ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം മുതലുണ്ടായ ചാറ്റാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലം അരുണിനെതിരെ പരാതി നൽകാൻ ഇത്രയും കാലം താമസിച്ചിട്ടുണ്ടാവുക? അതിനൊരു കാര്യമുണ്ട്. ഈ ഭണ്ണാരം മോഷണം തുടങ്ങിയ 5 FIRകളിൽ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇവിടെ ബാംഗ്ലൂർ FIR രജിസ്റ്റർ ചെയ്യുന്നത് മെയ് 29. പ്രവീണും കൂട്ടരെയും ഭണ്ണാരമോഷണത്തിനുള്ള അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യാൻ പോകാവുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് ഉഭയസമ്മതത്തോടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പീഡനത്തിനാണ്, റേപ്പിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിന് അത് ഏത് സാഹചര്യം, പ്രത്യേകിച്ച് ഉണ്ണിമായുടെ അച്ഛനെതിരെ കേസുണ്ട്, പരാതിയുണ്ട്, FIRൽ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ബ്രദർ ഇൻ ലോവിനെതിരെയും പരാതിയുണ്ട്. ആ സാഹചര്യത്തിലാണ് അരുൺ അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ചെയ്യുമ്പോൾ ഇത് ഹണി ട്രാപ്പ് ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ട്? ഉണ്ട്. കാരണം ആ കാണിച്ച ചാറ്റ് അല്ലാതെ അവരുടെ കയ്യിൽ യാതൊരു വീഡിയോകളോ കാര്യങ്ങളോ ഇല്ല. ഈ പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നൊരു സാഹചര്യം വന്നിരുന്നല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ്? ഉണ്ണിമയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ അതോ ഈ കേസ് ഇല്ലാതാക്കാനാണോ? അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ. കാരണം അവിടെ നിന്ന് ഇവിടെ വന്ന സംഘത്തിന് അമ്പലവും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി അച്ഛൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അച്ഛൻ അവിടെ നിർത്തിയിട്ട് പോവുക ചെയ്തത്. എന്നിട്ടാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നോട്. ഡയാലിസിസ് സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണോ ഇത്ര വലിയൊരു ഇതിലേക്ക് വന്നത്, ഗൂഢാലോചനയിലേക്ക് വന്നത്? അങ്ങനെയാണോ? അതെ. ഡയാലിസിസ് സെൻറ്റർ ഈ ജനുവരിയിൽ ഇനോഗ്രേഷൻ നടക്കേണ്ടതായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് എക്യുപ്മെൻറ്റ്സ് ഇറക്കാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അന്ന് തൊട്ടേ അവർ പ്ലാൻഡാണ് ഇതിന്. ഈ സാമ്പത്തിക തർക്കം എങ്ങനെ തുടങ്ങിയതാണ്? സാമ്പത്തിക തർക്കം അച്ഛൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അവരെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന അച്ഛൻ നൽകുന്നത് കുറഞ്ഞു പോകുമോ, കൂടുതൽ ചാരിറ്റിയിലേക്ക് പണം നൽകുമോ? അതുമാത്രമല്ല, തൃശ്ശൂരുള്ള 1000 കുടുംബങ്ങൾക്ക് മാസം 1000 രൂപ വീതം പെൻഷൻ പദ്ധതിയും അനൗൺസ് ചെയ്തിരുന്നു. അച്ചാച്ചൻ്റെ 101ാം പിറന്നാൾ ആഘോഷം പ്രമാണിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ചാരിറ്റിയാണ് അച്ഛൻ അനൗൺസ് ചെയ്തിരുന്നത്. അത് അവർ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് അത് നിർത്തിവെച്ചു. ഈ ഗ്രാൻഡ് ഫാദർ വില്ലെഴുതിയത് അച്ഛൻ്റെ പേർക്കാണോ? അങ്ങനെ ഒരു സാഹചര്യം എന്തായിരുന്നു? അച്ഛൻ്റെ പേർക്ക് വില്ലെഴുതി അമ്പലത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അച്ഛനെ ഏൽപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അച്ഛനാണ് അച്ചാച്ചൻ്റെ കൂടെ നിന്ന് അമ്പലം നോക്കി ഉണ്ടാക്കിയതും വളർത്തി വലുതാക്കിയതും എല്ലാം അച്ഛനാണ്. അതുകൊണ്ടാണ് സുരക്ഷിതമായിരിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അച്ചാച്ചൻ എല്ലാതും അച്ഛനെ ഏൽപ്പിച്ചത്. ഇതിൻ്റെ പേരിൽ അതായത് ഈ പ്രവീൺ ചെറുമക്കളായ ശേഷമാണോ ഇങ്ങനത്തെ ഒരു തർക്കത്തിലേക്ക് പോയത്, അതോ നേരത്തെ തന്നെ? അച്ഛൻ്റെ പേര് ഉണ്ണി ദാമോദരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു? വേണുഗോപാൽ ദേവദാസ്. ഇവരും ഈ വേണുഗോപാലും ദേവദാസും അതായത് ഇവരുടെ ഈ ഫാമിലി ആകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഫാമിലി ആയിരുന്ന ഒരു കാലഘട്ടത്തിലോ തന്നെ ഇത്തരം തർക്കം ഉന്നയിച്ച് വന്നിട്ടുണ്ടോ? സാമ്പത്തിക ഇവർ മക്കളൊക്കെ വലുതായി പ്രാപ്തിയായതിനു ശേഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പ്രവീണിൻ്റെ പെൺസുഹൃത്താണ് ഈ പരാതിക്ക് പിന്നിലെന്ന് പറയുന്നുണ്ട്. അതായത് ഈ അരുണിനെതിരെ നൽകിയ പീഡന പരാതി നൽകിയത് പ്രവീണിൻ്റെ പെൺസുഹൃത്താണ്. അങ്ങനെയെങ്കിൽ ആ പെൺസുഹൃത്ത് അമ്പലത്തിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അവരോട് പൂജകൾ വല്ലതും നടത്തിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവർ ഈ പറയുന്ന കുടുംബപരമായ അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് അവർ ഇത് ദേവസ്ഥാനം തേടി എത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിയായി അതായത് അവരവിടെ വന്നിട്ടുണ്ടോ, അവിടെ പൂജകൾ നടത്തിയിട്ടുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർ അവിടെ കാറിൽ വന്ന് ഇറങ്ങുന്നത് തൊട്ട് അമ്പലത്തിൽ കയറുന്നത്, അമ്പലത്തിന് ചുറ്റും നടക്കുന്നത്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, പുറത്ത് കിടക്കുന്നത്, അതെല്ലാം ഈ പെൻഡ്രൈവിലുണ്ട്. അവരവിടെ ഒരു പൂജയും നടത്തിയിട്ടില്ല. അപ്പോൾ അവർ വന്നത് ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതെ, അവർ വന്ന കാർ നമ്പർ ഫേക്കാണ്. കാർ നമ്പർ ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഉണ്ണിമായ്ക്ക് ഉറപ്പുണ്ട്. അന്വേഷണം നടത്തിയിരുന്നു. അതെ അതെ. ഇപ്പം ഇത്തരം സാഹചര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അച്ഛൻ്റെ സ്ഥിതി എന്താണ്? കാരണം അച്ഛനെ കർണാടക പോലീസ് തിരയുന്നുണ്ട്. അവർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നൊരു
ഇതാണല്ലോ മെസ്സേജ് ആണല്ലോ ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അച്ഛൻ്റെ സ്ഥിതി, എന്താണ് അച്ഛനെ പറ്റി എന്താണ് പറയാനുള്ളത്? അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? അച്ഛനെ മിസ്സിംഗ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ അഭിമാനം നേടിയെടുത്തിട്ട്